ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനായിട്ടിടയായി. രണ്ട് കൂട്ടുകാർ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കൂട്ടുകാരൻ അടുത്ത ആളോട് പറയും, എടാ, നീ പ്രേമിക്കുന്ന പെണ്ണ്, നിൻ്റെ കാമുകി, അവളുടെ വീട്ടുകാരെയും അവളുടെ എല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ കൂടെ വരാനായിട്ട് തയ്യാറായതാണ്. അങ്ങനെ വന്ന അവളോട് എന്തുകൊണ്ടാണ് നീ വേണ്ട, നോ എന്ന് പറഞ്ഞത്? അതിന് ഈ കൂട്ടുകാരൻ കൊടുക്കുന്ന മറുപടി മനോഹരമാണ്. അവൻ പറയും, എടാ, ഞാൻ അവളെ പരിചയപ്പെട്ടിട്ട് 4-5 വർഷങ്ങളാവുന്നുള്ളൂ. പക്ഷെ 18-19 വർഷം അവളെ സ്നേഹിച്ച്, അവൾക്ക് വേണ്ടി ജീവിച്ച്, അവൾക്ക് ജന്മം നൽകി വളർത്തിയ അവളുടെ മാതാപിതാക്കൾ, ഈ 5 വർഷത്തെ എന്നോടുള്ള പരിചയത്തെ പ്രതി അവൾ ആ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇന്ന് യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും ഹരം കൊള്ളിക്കുന്ന ഒരു കാര്യം പ്രണയമാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പ്രണയമില്ല എന്ന് പറയുന്നത് അതെന്ത് പോരായ്മയാണ്, കുറവാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം കുറേയേറെ പ്രണയ നൈരാശ്യങ്ങൾ, ബ്രേക്കപ്പുകൾ സംഭവിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് പേര് ഈ ബ്രേക്കപ്പിൻ്റെ നിമിഷങ്ങളിൽ ആകപ്പെടെ അസ്വസ്ഥരായിട്ട് ഈ ബ്രേക്കപ്പിൽ എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ബ്രേക്കപ്പ് സംഭവിച്ചു കഴിയുമ്പോൾ ഇനി ഞങ്ങൾക്കൊരു ജീവിതമില്ല, ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും സന്തോഷമൊക്കെ നശിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒന്നാലോചിക്കുക, നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, ആ ആൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ, ആ ആളൊരു ദിവസം നമ്മളോട് പറയാണ്, എനിക്ക് ഇതിനോട് അങ്ങനെ സ്നേഹമില്ല, ഒരു പക്ഷെ അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നു, ഇനി അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് ഇനി നമ്മൾ ഒരുമിച്ച് പോകുന്നതിന് അർത്ഥമില്ല, ലെറ്റ് us ബ്രേക്കപ്പ്. അപ്പോൾ ബ്രേക്കപ്പ് ഒരു പക്ഷേ നമ്മളോടുള്ള ആത്മാർത്ഥമായ, നമുക്കുള്ള ആത്മാർത്ഥമായൊരു സ്നേഹം അതിൽ വരുന്നൊരു വിള്ളലാണ്, വീഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ആദ്യത്തെ ബ്രേക്കപ്പ് സംഭവിക്കുന്നത് പലപ്പോഴും പ്രണയിക്കുന്ന ആളോടല്ല, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കളോടാണ്. നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടായിട്ട് ആ പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം നിങ്ങൾ കാണാണ്ടായി തുടങ്ങുമ്പോൾ, ആ പ്രണയത്തിൻ്റെ പേരിൽ അപ്പനോടും അമ്മയോടും കലഹിച്ചു തുടങ്ങുമ്പോൾ, ആ പ്രണയത്തിൻ്റെ പേരിൽ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് അഭിനയം നടത്തി തുടങ്ങുമ്പോൾ ആദ്യത്തെ ബ്രേക്കപ്പ് സംഭവിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് ബ്രേക്കപ്പ് ആവാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊരു പക്ഷേ പ്രണയ നൈരാശ്യത്തിലാകപ്പെടെ വിഷമിക്കുന്നു എന്ന് പറയുമ്പോൾ, അസ്വസ്ഥപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ചിലരെങ്കിലും തമാശയ്ക്ക് ട്രോളായിട്ട് പറയാറുണ്ട്, പ്രണയ നൈരാശ്യമാണ് ഏറ്റവും വലിയ വേദന എന്ന് ചിന്തിക്കുന്നവനോട് അവൻ്റെ കൈ ഏതെങ്കിലും ഒരു വാതിലിൻ്റെ ഇടയിൽ പോയാലുള്ള അവസ്ഥ ആലോചിക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവന് മനസ്സിലാവും പ്രണയ നൈരാശ്യമല്ല, വാതിലിൻ്റെ ഇടയിൽ കൈ പോകുന്നതാണ് വലിയ വേദന. ചുമ്മാ ട്രോള് തമാശയാണ്. പക്ഷേ എനിക്കൊന്നും അത് നമ്മൾ ഓർമ്മപ്പെടുന്നൊരു കാര്യമുണ്ട്. പ്രണയ നൈരാശ്യത്തിലൂടെ എല്ലാം തകർന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ പ്രണയിക്കുമ്പോൾ ഒരാളാണ് നിങ്ങളുടെ ലോകം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ. ആ ആളുടെ ചുറ്റിലാണ് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികളൊക്കെ ഈ ഒരാളെ ബേസ് ചെയ്തായിരിക്കും. ഒരു ഫ്രീ ടൈം കിട്ടി നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഇയാളെ വിളിക്കാവുന്നതായിരിക്കും, ഇയാളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാമെന്നായിരിക്കും. ചില ബ്രേക്കപ്പുകൾ നമ്മളെ കുറച്ചുകൂടെ വിശാലമാകാൻ സഹായിക്കും. ലോകം ഈ ഒരാൾ മാത്രമല്ല, ഇതിൻ്റെ പുറത്തേക്കുണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ മറന്നുപോയ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം, അത് തിരിച്ചറിയാനുള്ള നിമിഷങ്ങളായിട്ട് പല ബ്രേക്കപ്പുകളും മാറണം. ഒരു സിനിമയിൽ പറയുന്ന പോലെ, എത്ര വലിയ ബ്രേക്കപ്പാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ തീരാവുന്ന സങ്കടങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങളെ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ചില ബ്രേക്കപ്പുകളുടെ പേരിൽ നമ്മുടെ ജീവിതം ആകപ്പെടെ നശിപ്പിക്കരുത്. നമ്മുടെ ജീവിതത്തിലെല്ലാം തീർന്നു എന്ന് ചിന്തിക്കരുത്. ചില ബ്രേക്കപ്പുകൾ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു പുത്തൻ ദിശ ഉണ്ടാകാനായിട്ട്, ഒരു പുതിയ ഉണർവുണ്ടാകാനായിട്ട് മറന്നുപോയ, കാണാതെ പോയ ചില പ്രധാനപ്പെട്ട സ്നേഹങ്ങൾ, നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം, അത് വീണ്ടും തിരിച്ചറിയാൻ, അവരിലേക്കൊന്ന് മടങ്ങിച്ചെല്ലാനുള്ള ഓർമ്മപ്പെടുത്തൽ, അതൊക്കെയായിട്ട് ചില ബ്രേക്കപ്പുകൾ മാറും. അങ്ങനെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏത് ബ്രേക്കപ്പിൻ്റെ പ്രതിസന്ധിയിൽ നിങ്ങൾ മറക്കരുത്, നിങ്ങളെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന ഈ ആളേക്കാൾ 10,000 മടങ്ങ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരപ്പനും അമ്മയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കാത്തുണ്ട്.
ബ്രേക്കപ്പിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തിരിച്ചറിയണം, അതിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങളുടെ കാരണവന്മാർ വിഷമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഈ ബ്രേക്കപ്പ്. നിങ്ങൾ പ്രണയിക്കുമ്പോൾ അതിലൊരു പക്ഷേ ആത്മാർത്ഥതയില്ലാതെ പോവുകയോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇനി ഇങ്ങനൊരു ജീവിതം, ഇങ്ങനൊരു സൗഹൃദം തുടരാൻ അർത്ഥമില്ല എന്ന് തോന്നുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബ്രേക്കപ്പുകളുണ്ട്. പക്ഷെ അതുകൊണ്ട് തീർന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. എത്ര വലിയ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകാൻ പാടില്ലാത്ത 2 ചിത്രങ്ങളാണ് നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ. ഒരു പക്ഷെ ദൈവം ഈ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ജന്മം നൽകിയത് ഈ അപ്പനിലൂടെയും അമ്മയിലൂടെയുമാണ്. അവരെപ്പോലെ നിങ്ങളെ സ്നേഹിക്കാൻ, അവരെപ്പോലെ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാൻ, അവരെപ്പോലെ നിങ്ങളോട് ക്ഷമിക്കാൻ മറ്റാർക്കും പറ്റില്ല. അങ്ങനെ ഒരാളില്ല വേറെ. അതുകൊണ്ട് ഏത് ബ്രേക്കപ്പിൻ്റെ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും തിരിഞ്ഞു വന്ന് കയറാനായിട്ട്, തിരിഞ്ഞു നോക്കാനായിട്ട് നിങ്ങളുടെ വീട്, നിങ്ങളുടെ അപ്പനും അമ്മയും കൂടെയുണ്ട് എന്ന് മറക്കാതിരിക്കുക. അങ്ങനൊരു പ്രതീക്ഷ മതി, അങ്ങനൊരിടം മതി. നിങ്ങളുടെ പ്രതിസന്ധിയെ നിങ്ങൾക്ക് മറികടക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ ഉണർവോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിന് സാധിക്കട്ടെ. പ്രതിസന്ധികളുണ്ടാവും, തിക്താനുഭവങ്ങളുണ്ടാവും, പക്ഷെ അതല്ല അവസാനം എന്ന് തിരിച്ചറിയണം. ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ അപ്പനിലേക്കും അമ്മയിലേക്കും നോക്കാൻ, ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റണം. അതിന് സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം. Press the bell icon on the YouTube app and never miss another update.